Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിന്റെ ഇന്നലത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് മീഡിയ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഹാസ് ഗ്ലോബലൈസേഷൻ ഇമ്പാക്റ്റഡ് ദ വേൾഡ്? ഗ്ലോബലൈസേഷൻ ലോകത്തെ സ്വാധീനിച്ചത് എങ്ങനെയാണ്? അതായത് ഒരു 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഗ്ലോബലൈസേഷൻ ലോകത്തെ ഇമ്പാക്റ്റ് ചെയ്തത് എങ്ങനെയാണ്? മീഡിയ ഗ്ലോബലൈസേഷൻ ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇഫക്ട്സ് ഓൺ ദ വേൾഡ്. അതായത് മീഡിയ ഗ്ലോബലൈസേഷൻ ലോകത്തെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. മീഡിയ ഗ്ലോബലൈസേഷന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇഫക്ട്സ് ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ഓൺ ദ വൺ ഹാൻഡ്, ഒരു വശത്ത് ഇറ്റ് ഹാസ് ഫെസിലിറ്റേറ്റഡ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഹാസ് ലെഡ് ടു ദി ക്രിയേഷൻ ഓഫ് ന്യൂ ഗ്ലോബൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഒരു വശത്ത് ഈ മീഡിയ ഗ്ലോബലൈസേഷൻ എന്തു ചെയ്തു? ഫെസിലിറ്റേറ്റഡ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന്, ഇൻഫോർമേഷൻ വ്യാപിക്കുന്നതിനെ സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള അവസരം ഒരു ഭാഗത്ത് അതിനുള്ള വഴിയൊരുക്കി. അതുപോലെ തന്നെ ആൻഡ് ഹാസ് ലെഡ് ടു ദി ക്രിയേഷൻ ഓഫ് ന്യൂ ഗ്ലോബൽ കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ പുതിയ ആഗോള സമൂഹങ്ങളുടെ വരവിന് വഴിയൊരുക്കുകയും ചെയ്തു. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ്, മറുവശത്ത് ഇറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു കൾച്ചറൽ ഹോമോജിനൈസേഷൻ എന്ന മറുവശത്ത് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് കൾച്ചറൽ ഹോമോജിനൈസേഷനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതായത് കൾച്ചറൽ ഹോമോജിനൈസേഷൻ എന്ന് പറയുമ്പോൾ സംസ്കാര വൈവിധ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാം, ഒരു ഏക സംസ്കാരത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയ്ക്ക് വഴിയൊരുക്കി. അതുപോലെ തന്നെ ദ സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ, അതായത് പാശ്ചാത്യ മൂല്യങ്ങൾ, വെസ്റ്റേൺ വാല്യൂസ് നമ്മളെ നാട്ടിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ആൻഡ് ദി കൺസോളിഡേഷൻ ഓഫ് മീഡിയ ഓണർഷിപ്പ്, അതായത് മീഡിയ ഓണർഷിപ്പ്, മാധ്യമങ്ങളുടെ ഓണർഷിപ്പ് ചില പ്രത്യേക വ്യക്തികളിൽ കേന്ദ്രീകരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായ രീതിയിൽ ഇമ്പാക്റ്റും മീഡിയ ഗ്ലോബലൈസേഷന് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് 2 പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ. അതായത് ഒന്നാമത്തെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഗ്ലോബൽ കമ്മ്യൂണിറ്റീസിന്റെ ക്രിയേഷന് വഴിയൊരുക്കി. ഇനി നെഗറ്റീവായിട്ടുള്ള 2 ഇമ്പാക്റ്റുകളിൽ ഒന്നാമത്തേത് കൾച്ചറൽ ഹോമോജിനൈസേഷൻ. അതായത് നമുക്കറിയാം ഒരുപാട് സംസ്കാര വൈവിധ്യങ്ങളുണ്ട്, അതെല്ലാം തകർത്തിട്ട് കൾച്ചറൽ ഹോമോജിനൈസേഷൻ, അതായത് ഒരു സംസ്കാരം മാത്രം എന്ന അവസ്ഥയിലേക്ക് വരുന്നതിന് വഴിയൊരുക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ നാട്ടില് വെസ്റ്റേൺ വാല്യൂസ് നമ്മുടെ നാട്ടില് വ്യാപിക്കുന്നതിനും, അതുപോലെ തന്നെ മീഡിയ ഓണർഷിപ്പ് കൺസോളിഡേറ്റ് ചെയ്യുന്നതിനും വഴിയൊരുക്കുന്നു. ഇത് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഓഫ് മീഡിയ ഇൻ ഇന്ത്യ? അതായത് മാധ്യമങ്ങളുടെ പ്രൈവറ്റൈസേഷൻ, മാധ്യമങ്ങളെ സ്വകാര്യവൽക്കരിക്കാം. ഇന്ത്യയിൽ ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കുന്നത് കൊണ്ടുള്ള എന്തൊക്കെ നേട്ടങ്ങളാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കുക. പ്രിയർ ടു ദ 1990s, 1990-കൾക്ക് മുൻപ് The Indian media was primarily state owned and operated. ഇന്ത്യയിലെ മാധ്യമങ്ങൾ
ഇന്ത്യയിലെ മാധ്യമങ്ങള് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും അതുപോലെ സ്റ്റേറ്റ് ആണ് അതിനെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അന്ന് സ്വകാര്യ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല, സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിൽ. വിത്ത് ദ ലിബറേഷൻ ഓഫ് ഇക്കോണമി ആൻഡ് ദ ഓപ്പണിംഗ് അപ്പ് ഓഫ് ദ മീഡിയ സെക്ടർ ടു പ്രൈവറ്റ് പ്ലെയേഴ്സ്. എന്നാൽ ലിബറേഷൻ ഓഫ് ദി എക്കോണമി, അതായത് സാമ്പത്തിക മേഖലയിലെ ലിബറേഷനു ശേഷം, അതായത് ലിബറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, സാമ്പത്തിക മേഖലയിലെ ലിബറേഷൻ അല്ലെങ്കിൽ വിപുലീകരണത്തിന് ശേഷം മാധ്യമങ്ങള്, പ്രൈവറ്റ് സെക്ടറില് മാധ്യമങ്ങള് സ്വകാര്യ വ്യക്തികൾക്ക് മാധ്യമങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ഇതോടുകൂടി there has been a significant increase in the number of private media outlets in India. ഇതോടുകൂടി ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ മീഡിയ ഔട്ട്ലെറ്റ്സിന്റെ എണ്ണത്തിൽ എടുത്തു പറയത്തക്ക വർധനവുണ്ടായി. The privatization of media has brought about several positive changes to Indian media. അതായത് മാധ്യമങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നത് കൊണ്ട് ഇന്ത്യയിലെ മീഡിയ ലാൻഡ്സ്കേപ്പ്, മാധ്യമ രംഗത്ത്, മാധ്യമ മേഖലയിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടായി. ദ പ്രൈവറ്റൈസേഷൻ ഓഫ് മീഡിയ ഹാസ് ബ്രോട്ട് അബൌട്ട്, മീഡിയയെ പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരിച്ചതിലൂടെ ബ്രോട്ട് അബൌട്ട് നമ്മുടെ നാട്ടിൽ വന്നു സെവറൽ പോസിറ്റീവ് ചേഞ്ചസ് ടു ദ ഇന്ത്യൻ മീഡിയ ലാൻഡ്സ്കേപ്പ്. ഇന്ത്യൻ മാധ്യമ രംഗത്ത്, മേഖലയിൽ, മീഡിയ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ മാധ്യമ മേഖല. ഇനി അപ്പൊ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വന്നു. അതിലൊന്ന്, വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഈസ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ എന്നുള്ളത്. ആ പോയിന്റ് ഓർക്കുക. ഒന്നാമത്തെ, മാധ്യമരംഗം സ്വകാര്യവൽക്കരിച്ചതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലുണ്ടായ മാധ്യമരംഗത്തുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. അതായത് ആദ്യം 1990 മുൻപ് ഇന്ത്യയിൽ സ്റ്റേറ്റിന്റെ കീഴിലുള്ള മാധ്യമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മത്സരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കോണമി ലിബറേഷന് ശേഷം ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടറുകളിൽ മീഡിയ ഔട്ട്ലെറ്റ് വന്നതോടുകൂടി ഈ മേഖലയിൽ മത്സരങ്ങൾ വന്നു. എപ്പോഴും നമുക്കറിയാം, മത്സരം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഗുണം? പ്രൈവറ്റ് മീഡിയ ഔട്ട്ലെറ്റ്സ്, അതായത് പ്രൈവറ്റ് മീഡിയകളും ഔട്ട്ലെറ്റുകളും ഗവൺമെന്റിന് കീഴിലുള്ള ഔട്ട്ലെറ്റുകളും തമ്മിലാണ് മത്സരം, അല്ലേ? എന്നാൽ ഈ പ്രൈവറ്റ് മീഡിയ outlets have brought in new programming and innovative content. അതായത് പ്രൈവറ്റ് ഔട്ട്ലെറ്റുകൾ പുതിയ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് കണ്ടന്റ്, നൂതനമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രേക്ഷകർക്ക് നൽകാൻ തുടങ്ങി. That was not available on state owned channels. ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ഇന്നോവേറ്റീവ് കണ്ടന്റുകളും അതുപോലെ തന്നെ ന്യൂ പ്രോഗ്രാമിംഗ് ഒക്കെ സ്റ്റേറ്റ് ഓൺഡ് ചാനലുകളിലൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരൊക്കെ എങ്ങോട്ട് തിരിയും? പ്രൈവറ്റ് ചാനലുകളിലേക്ക് തിരിയും. അനദർ അപ്പൊ ഇതാണ് ഒന്ന്, ഈ മേഖലയിൽ മത്സരം വന്നു. അപ്പൊ ഇങ്ങനെ ഒരു എതിരാളി വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? നിലവിലുള്ളവരൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇപ്പൊ നമുക്കറിയാം, സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടായിരുന്നത്? ആ ഒരു പഴയ ചാനലും ഏതെങ്കിലുമൊക്കെ പഴയ സിനിമകളും, ഇല്ലേ? അപ്പൊ എന്താ പറയുന്നത്? ആ സമയത്താണ് സ്വകാര്യ ചാനലുകൾ വരുന്നു, അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള ഇന്നോവേറ്റീവ് കണ്ടന്റുകൾ, അതുപോലെ തന്നെ ന്യൂ പ്രോഗ്രാമിങ്ങുകളൊക്കെ വരുന്നു. അതോടുകൂടി സർക്കാർ മേഖലയിലെ ചാനലുകളും ഒന്ന് ഉണരുന്നു. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അനദർ അഡ്വാൻറ്റേജ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഈസ് ദ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി
ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് മീഡിയ ഓപ്പറേഷൻ. മീഡിയ മാധ്യമ പ്രവർത്തന രംഗത്ത് വന്ന എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും, കാര്യശേഷിയും കാര്യപ്രാപ്തിയും, നല്ല കഴിവുള്ള ആളുകൾ. കാരണം ഇതിനു മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ചാനൽ മാത്രമേ ഉള്ളൂ. അതിൽ എങ്ങനെ എന്തായി കഴിഞ്ഞാലും ആളുകൾ കാണും, വേറൊന്നുമില്ലല്ലോ. പക്ഷെ ഇവിടെ ഒരു ആൾട്ടർനേറ്റീവ് വരാൻ തുടങ്ങി. മാത്രമല്ല അതോടുകൂടി പ്രൈവറ്റൈസേഷനോട് കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഇൻക്രീസ് ചെയ്തു. പ്രത്യേകിച്ച് അവിടെ പ്രൈവറ്റ് മീഡിയ ഔട്ട്ലെറ്റ്സ്. കാരണം പ്രത്യേകമായി ഇപ്പൊ നമുക്കറിയാം, സ്വകാര്യ ബസ്സിൽ കയറി കഴിഞ്ഞാലും KSRTCയിൽ കയറി കഴിഞ്ഞാലുള്ള മാറ്റം അറിയാൻ പറ്റും. അതേപോലെയാണ് പ്രൈവറ്റ് മീഡിയ ഔട്ട്ലെറ്റ്സ് ആർ ഓഫൺ ബെറ്റർ ഇക്വിപ്ഡ്. അതായത് പ്രൈവറ്റ് മീഡിയ ഔട്ട്ലെറ്റ്സുകൾ നല്ല സജ്ജീകരണങ്ങളുണ്ട്, ബെറ്റർ ഇക്വിപ്ഡ് ആണ്, ആൻഡ് ബെറ്റർ ഫണ്ടഡ്, നന്നായിട്ട് പണം അവർ ചെലവഴിക്കുകയും ചെയ്യും, ദാൻ ദയർ സ്റ്റേറ്റ് ഓൺഡ് കൗണ്ടർ പാർട്സ്. ആരെക്കാൾ? അവരുടെ സ്റ്റേറ്റ് ഓൺഡ് കൗണ്ടർ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അവരുടെ എതിരാളികൾ, അവരെക്കാൾ. ഇപ്പൊ നമുക്കറിയാം, അതായത് ഒരിക്കലും എന്ത് ചെയ്യില്ല, അതായത് ഈ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള മേഖല, ആ മേഖലയേക്കാൾ ഉന്നമനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും വലിയ പരിശ്രമം അല്ലെങ്കിൽ പ്രയത്നം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മീഡിയ ഔട്ട്ലെറ്റ്സുകൾ നല്ല ബെറ്റർ ഇക്വിപ്ഡ് ആണ്, അതുപോലെ തന്നെ നന്നായിട്ട് ഫണ്ട് ഇറക്കുന്നുണ്ട്. മാത്രമല്ല വിച്ച് അലോസ് ദം ടു പ്രൊഡ്യൂസ്, അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മേഖലയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു ഹയർ ക്വാളിറ്റി കണ്ടന്റ്, നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ്. കാരണം നല്ല കാശ് ചെലവാക്കി നല്ല ക്യാമറ, നല്ല സൗകര്യങ്ങൾ, സെറ്റപ്പുകൾ, ഫണ്ടറൊക്കെയാണ്. സർക്കാരിനെ പോലെയല്ല ആരെയും പ്രൈവറ്റ് മേഖല. അതുകൊണ്ട് തന്നെ അവരുടെ ചാനലിൽ എഫിഷ്യൻസി ഉണ്ടാവും, ഇഫക്റ്റീവ്നെസ് ഉണ്ടാവും. അപ്പൊ അതോടുകൂടി ഇങ്ങനെ ഫണ്ട് ഇറക്കിയതോടുകൂടി നല്ല ക്വാളിറ്റി കണ്ടന്റ് വരാൻ തുടങ്ങി. ആൻഡ് റീച്ച് എ വൈഡർ ഓഡിയൻസ്, അല്ലെ, നല്ലൊരു വൈഡർ ഓഡിയൻസിന്. കാരണം നല്ലൊരു വൈഡ് ആയിട്ടുള്ള, വിശാലമായിട്ടുള്ള, വൈഡ് റേഞ്ചുള്ള ഓഡിയൻസിലേക്ക് അവർക്ക് റീച്ച് ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് പ്രൈവറ്റൈസേഷന്റെ ഗുണങ്ങൾ. അപ്പൊ ഇവിടെ എടുത്തു പറയത്തക്ക രണ്ടെണ്ണമാണ് പറയുന്നത്. കോമ്പറ്റീഷൻ ആ മേഖലയിൽ വർദ്ധിച്ചു. രണ്ടാമത്തേത് എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും ഇൻക്രീസ് ചെയ്തു. കേട്ടോ, ഈ രണ്ട് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് പ്രൈവറ്റൈസേഷൻ കാരണം ഇന്ത്യയിലുണ്ടായ രണ്ട് നേട്ടങ്ങൾ. മൂന്നാമത്തേത് വാട്ട് ആർ ദി കൺസേൺസ് അസോസിയേറ്റഡ് വിത്ത് പ്രൈവറ്റൈസേഷൻ ഓഫ് മീഡിയ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ മീഡിയ പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഉത്കണ്ഠകൾ, പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്താണ്? അഡ്വാൻറ്റേജസ് ആണ്, അതായത് ഇതിൻ്റെ രണ്ട് ഗുണങ്ങളാണ്. ഇനി മോശമായ കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? ദ പ്രൈവറ്റൈസേഷൻ ഓഫ് മീഡിയ ഇൻ ഇന്ത്യ ഹാസ് ഇറ്റ്സ് ചലഞ്ചസ്. അതായത് ഇന്ത്യയിലെ മീഡിയ പ്രൈവറ്റൈസേഷന് അതിൻ്റെതായിട്ടുള്ള ചലഞ്ചസും വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. വൺ ഓഫ് ദ മെയിൻ കൺസേൺസ് ഈസ്, പ്രധാന പ്രശ്നങ്ങളിലെ കൺസേൺസിൽ ഒന്ന്, ദ കോൺസെൻട്രേഷൻ ഓഫ് മീഡിയ ഓണർഷിപ്പ്. അടിവരയിട്ട് ഓർക്കുക, ഒന്നാമത്തെ പ്രശ്നം മീഡിയ ഓണർഷിപ്പാണ്. അതായത് പ്രൈവറ്റൈസേഷന് മുൻപ് മീഡിയ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് മീഡിയ ഓണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ആ ഒരു മീഡിയ തുടങ്ങിയത് അവരായിരിക്കും അതിന്റെ ഓണർ. അപ്പൊ മീഡിയ ഓണർഷിപ്പാണ് ഒരു വിഷയം കേട്ടോ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് മീഡിയ ഓണർഷിപ്പ് ഇൻ ദ ഹാൻഡ്സ് ഓഫ്, അതായത് ഈ മീഡിയ ഓണർഷിപ്പ് ഉണ്ടല്ലോ, ആ മീഡിയ ഓണർഷിപ്പ് കോൺസെൻട്രേറ്റ് ചെയ്തു. അതായത് മീഡിയ ഓണർഷിപ്പ് എല്ലാവർക്കും കിട്ടുമോ? എല്ലാവർക്കും കിട്ടൂല. പിന്നെ മീഡിയ ഓണർഷിപ്പ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ ലാർജ് കോർപ്പറേഷൻസ്. ഏതാനും വലിയ കോർപ്പറേറ്റുകൾ, അവരാണ് ഈ ഓണർഷിപ്പ് കയ്യേറിയത്. മാത്രമല്ല ഇതിന്റെ പ്രശ്നം എന്താ? ഇത്തരത്തില് ഓണർഷിപ്പ് ചിലർ കയ്യേറുമ്പോൾ
ചില സ്വകാര്യ വ്യക്തികൾക്ക് മീഡിയ ഓണർഷിപ്പ് കിട്ടുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ? വിച്ച് ക്യാൻ ലിമിറ്റ് മീഡിയ പ്ലൂറലിറ്റി. ഇതോടുകൂടി മീഡിയ പ്ലൂറലിറ്റി ലിമിറ്റ് ചെയ്യും. മീഡിയ പ്ലൂറലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മീഡിയയിൽ വൈവിധ്യമായിട്ടുള്ള പലതും ഉണ്ടാവും. ആ പ്ലൂറലിറ്റി ലിമിറ്റ് ചെയ്യും. കാരണം സർക്കാരിൻ്റെ ആവുമ്പോൾ അതിൽ പലതും പ്രതീക്ഷിക്കാം, അല്ലെ? പല പല സംഭവങ്ങൾ ഇവിടെ ഒരു നിശ്ചിത വ്യക്തിയുടേതാകുമ്പോൾ ആ വ്യക്തിയുടെ താല്പര്യത്തിലുള്ളത് അതിലൂടെ വരും. ഇപ്പൊ ഏതുപോലെ പാർട്ടിയുടെ ചാനലുകൾ പോലെ. അപ്പൊ ഇവിടെയും അതന്നെയാണ് പ്രശ്നം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലൂറലിറ്റി, പല പല പ്രോഗ്രാമുകൾ, വൈവിധ്യമായ സംഭവങ്ങൾ വരുന്നത് ലിമിറ്റ് ചെയ്തു. പ്ലൂറലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് വ്യൂ പോയിന്റ്സ്, പല പല കാഴ്ചപ്പാടുകൾ, അതായത് പല തരത്തിലുള്ള വ്യൂ പോയിന്റ്സുകളും പല ചിന്താഗതികളും പല അഭിപ്രായങ്ങളും എല്ലാം വരുന്നത് ലിമിറ്റ് ചെയ്തു. അതൊക്കെ ലിമിറ്റ് ചെയ്തിട്ട് ആ ഒരു ചാനലിന്റെ ഉടമസ്ഥര് അല്ലെങ്കിൽ ആ ഒരു ലാർജ് കോർപ്പറേറ്റുകൾ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ മാത്രം ആ ചാനലിലൂടെ വരാൻ തുടങ്ങി. ഇപ്പൊ നമുക്കറിയാം ചില പാർട്ടിയുടെ ചാനലുകൾ, കാരണം അത്തരം ചാനലുകൾ ചിലപ്പോൾ നമ്മൾ വെക്കുന്നുണ്ടാവില്ല. കാരണം അതിലൂടെ വരുന്നത് മുഴുവൻ ആ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള അവരുടെ നയങ്ങളായിരിക്കും. കാരണം അത് മാത്രം എന്തിനു കേൾക്കുന്നു എന്ന് ചിലർക്ക് തോന്നാം. അതുപോലെ തന്നെ ഇതാണ് ഒരു പ്രശ്നം. അതായത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ മീഡിയ ഓണർഷിപ്പ് ചില പ്രത്യേക വ്യക്തികളിൽ, ഏതുപോലെ ലാർജ് കോർപ്പറേഷൻസ് പോലുള്ള ചിലരിൽ അത് നിക്ഷിപ്തമായിരിക്കും. അപ്പൊ ആ ചാനല് അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ തീരുമാനങ്ങളെ സംരക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലൂറലിറ്റിയും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് വ്യൂ പോയിന്റ്സ് ഒക്കെ അവിടെ ലിമിറ്റ് ചെയ്യും. അതൊക്കെ അവിടെ ചുരുങ്ങും, ഇല്ലാതെയാവും. ദിസ് ഹാസ് ലെഡ് ടു കൺസേൺസ് അബൌട്ട്. ഇവിടെ പലപ്പോഴും ആളുകളിൽ എന്തുവരും? ഉത്കണ്ഠ വരും. എന്താണ് ഉത്കണ്ഠ? ഇവിടെ വരുന്ന ഉത്കണ്ഠ എന്താ? ഇവിടെ വരുന്ന ഉത്കണ്ഠ about the potential for these corporations to use their media outlets to promote their own interests or political agendas. അതായത് ഈ ചാനലുകൾ ആരുടേതാണോ ആ വ്യക്തികള് ഈ ചാനലുകളെ അവരുടെ പൊളിറ്റിക്കൽ അജണ്ടകൾ, രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ, തീരുമാനങ്ങളും അവരുടെ താല്പര്യങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ മീഡിയ ഔട്ട്ലെറ്റുകളെ അവരെന്ത് ചെയ്യും? ഉപയോഗിക്കും. അതിനുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. അപ്പൊ ആ പൊട്ടൻഷ്യൽ അവർ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഞാനൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെ എനിക്കിഷ്ടമുള്ളത് പറയാൻ പറ്റും. ആളുകൾ അങ്ങനെയല്ല ചെയ്യുന്നത്. കാരണം ഒരു വ്യക്തി ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെ ആ വ്യക്തി എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ്. അതിലുള്ള താല്പര്യം ആ വ്യക്തിക്കുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ മീഡിയ ഓണർഷിപ്പ്, ഇത്തരത്തില് ആളുകള് അല്ലെങ്കിൽ കോർപ്പറേറ്റുകള് മീഡിയ ഓണർഷിപ്പ് എടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ അജണ്ടകളും അവര് ആ ചാനലുകളിലൂടെ അല്ലെങ്കിൽ മീഡിയ ഔട്ട്ലെറ്റ്സിലൂടെ അവർ നടപ്പിൽ വരുത്തും എന്നുള്ളതാണ് ഒരു ഉത്കണ്ഠ. ഇനി അതാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ഉത്കണ്ഠ മീഡിയ ഓണർഷിപ്പ്, അടിവരട്ട് വെക്കുക. അനദർ കൺസേൺ ഈസ് ദ ഇമ്പാക്ട് ഓഫ് കൊമേഴ്സ്യലൈസേഷൻ. അടുത്തത് കൊമേഴ്സ്യലൈസേഷൻ ആണ്. സർക്കാരിനെ പോലെയല്ല, സ്വകാര്യ വ്യക്തികൾ ചാനൽ തുടങ്ങുന്ന എന്തിനാ? കൊമേഴ്സ്യലൈസേഷൻ ആണ്, വാണിജ്യമാണ്, പണം ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അവർക്ക് അവിടെ ധാർമ്മികതയോ മറ്റു കാര്യമൊന്നുമില്ല. പണം ഉണ്ടാക്കാൻ പറ്റിയ എന്തും അവർ പറയും. അപ്പൊ അതുകൊണ്ട് അടുത്ത കൺസേൺ, അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈസ് ദ ഇമ്പാക്ട് ഓഫ് കൊമേഴ്സ്യലൈസേഷൻ. അതായത് ചാനലും അവിടെ വാണിജ്യവൽക്കരിക്കും, അതൊരു കച്ചവട വസ്തുവാക്കുന്നു. അങ്ങനെ എന്തു സംഭവിക്കും? ഓൺ ദ ക്വാളിറ്റി ഓഫ് ജേർണലിസം. അവിടെ എന്ത് ചെയ്യുന്നു? ജേർണലിസം, അതായത് ചാനൽ മീഡിയ എന്ന് പറയുമ്പോൾ അതൊരു ജേർണലിസമാണ്, അതൊരു പത്രപ്രവർത്തനമാണ്. ആ പത്രപ്രവർത്തനത്തിന്റെ ക്വാളിറ്റിയെ അവര് കച്ചവടച്ചരക്കാക്കും എന്നൊരു കൺസേൺ, ആ ഒരു വിഷമമാണ് രണ്ടാമത്തേത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കൊമേഴ്ഷ്യലൈസേഷൻ ആണ്. ഇപ്പൊ നമുക്ക് പലതും അറിയാം. അതായത് ഏത് വാർത്ത ചെയ്താലാണ് വ്യൂവർഷിപ്പ്, സെൻസേഷൻ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ പണം ഉണ്ടാക്കാം, അല്ലേ? വിത്ത് പ്രൈവറ്റൈസേഷൻ കംസ്, അതായത് ഈ മേഖലയിൽ പ്രൈവറ്റൈസേഷൻ
വരുന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഇൻക്രീസ്ഡ് പ്രഷർ ടു ജനറേറ്റ് പ്രോഫിറ്റ്. അതിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ്, അതായത് ലാഭം ഉണ്ടാക്കുന്നതിനുള്ള പ്രഷറും വന്നു. അതായത് ഓരോ ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളുകൾക്ക് പ്രഷർ വരികയാണ്. അതായത് എന്ത് വരുന്നില്ല, അതായത് വ്യൂവേഴ്സ് വരുന്നില്ല, ചാനലിൽ പണം വരുന്നില്ല, ആളുകൾ കാണുന്നില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തില് മീഡിയ പ്രൈവറ്റൈസേഷൻ വന്നതോടുകൂടി, അതായത് പ്രോഫിറ്റ് വേണമെന്നുള്ള, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം, ലാഭം ജനറേറ്റ് ചെയ്യണം എന്നുള്ള പ്രഷർ വന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ജോലിക്കാർ ഏത് നിലയ്ക്കും അതിനു വേണ്ടി പരിശ്രമിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? വിച്ച് ക്യാൻ ലീഡ് ടു എ ഫോക്കസ് ഓൺ സെൻസേഷണലിസം ആൻഡ് എന്റർടൈൻമെന്റ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് സീരിയസ് ആൻഡ് ഇൻഫോർമേറ്റീവ് ജേർണലിസം. അപ്പൊ എന്ത് ചെയ്യാണ്? വളരെ ഗൗരവമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ജേർണലിസം, ആളുകൾക്ക് ഗുണകരമായ അറിവ് പകരുന്ന ഗൗരവമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ നൽകുന്നതിന് പകരം എന്റർടൈൻമെന്റും സെൻസേഷണലിസം, അതായത് സെൻസേഷനുള്ള കാര്യങ്ങളാവുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ആളുകള് ആ ചാനലിൽ നിന്ന് പോവാതിരിക്കുള്ളൂ. ആളുകള് ഇൻഫോർമേഷൻ ഇങ്ങനെ നൽകി കഴിഞ്ഞാൽ, ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ഉള്ള ഒരു ചാനൽ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, അധികം ആളുകൾ എന്ത് ചെയ്യില്ല, ഇത്തരത്തിലുള്ള ഒരു ചാനൽ കാണില്ല. അപ്പൊ അതേ സമയത്ത് എന്തെങ്കിലുമൊക്കെ തമാശകളോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും പ്രോഗ്രാം ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ്, അല്ലെ, നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ സെൻസേഷനുള്ള വാർത്തകളിലേക്ക്, കണ്ടന്റുകളിലേക്ക് മീഡിയ ഔട്ട്ലെറ്റുകൾ തിരിയുന്നു. There are also concerns about, അടുത്ത പ്രശ്നം എന്താ? അടുത്ത കൺസേൺ the potential for advertisers to influence media content. അതായത് അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അഡ്വർടൈസേഴ്സ് ഉണ്ടല്ലോ, അവര് മീഡിയ കണ്ടന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. which can compromise the independence and ഇംപാർഷ്യാലിറ്റി ഓഫ് ദ മീഡിയ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മീഡിയയുടെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യണം? പരസ്യം കിട്ടണം, അല്ലെ? ഈ പരസ്യ കമ്പനികൾ കണ്ടന്റിനെ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ അവർ പരസ്യം നൽകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ഔട്ട്ലെറ്റ്സിന് മറ്റു മാർഗങ്ങളില്ല. അപ്പൊ അതാണ് അടുത്തൊരു കൺസേൺ. എങ്ങനെ വരുമ്പോ? പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൈവറ്റൈസേഷൻ വരുമ്പോ. കാരണം പ്രൈവറ്റൈസേഷൻ വരുമ്പോഴാണ് എന്തിന്റെ ആവശ്യം വരുന്നത്? പണത്തിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തേത്, there are also concerns about the potential for advertisers to influence media content. അതായത് പരസ്യം കൊടുക്കുന്ന അഡ്വർടൈസേഴ്സ് മീഡിയ കണ്ടന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അവർക്ക് ഉണ്ടായിരിക്കും. കാരണം അവർ പറയാണ്, കണ്ടന്റ് ഈ രീതിയിലേക്ക്, നിങ്ങൾ പറയുന്ന കാര്യം ഈ രീതിയിലേക്ക് മാറ്റണം, നിങ്ങൾ ഇതൊന്നും പറയണ്ട, അതിന് പകരം നിങ്ങൾ ഇത് പറയും. അതായത് പരസ്യം അഡ്വർടൈസേഴ്സ് ഇല്ലേ, അവർ പറയും അതല്ല പറയേണ്ടത്, ഇതാണ് പറയേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് അഡ്വർടൈസേഴ്സ് പറയും. അപ്പൊ മൂന്നാമത്തെ പോയിന്റ്, പൊട്ടൻഷ്യൽ ഓഫ് അഡ്വർടൈസേഴ്സ്. പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറാണ്. പൊട്ടൻഷ്യൽ ഓഫ് അഡ്വർടൈസേഴ്സ് ടു ഇൻഫ്ലുവൻസ് ദ കണ്ടന്റ്. കണ്ടന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അഡ്വർടൈസേഴ്സിന്റെ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ മീൻസ് പവർ. എന്താ കാരണം? ഈ പരസ്യമില്ലെങ്കിൽ മീഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ, ഇത്തരത്തില് അഡ്വർടൈസേഴ്സ് മീഡിയ ഔട്ട്ലെറ്റ്സിനെ സ്വാധീനിക്കുമ്പോൾ, വിച്ച് ക്യാൻ കോംപ്രമൈസ് ദ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇംപാർഷ്യാലിറ്റി ഓഫ് ദ മീഡിയ. ആ മീഡിയയുടെ ഇംപാർഷ്യാലിറ്റി, അതായത് നിഷ്പക്ഷമായിട്ടും ഇൻഡിപെൻഡൻസ്, ആരെയും ആശ്രയിക്കാതെയുമുള്ള നിലപാട്, അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം പരസ്യ കമ്പനി പറയാണ്, ഞങ്ങളോടൊരു ചായ്വ് കാണിച്ചില്ലെങ്കിൽ, ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ പരസ്യം തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ചിലപ്പോ ചില മീഡിയ ഔട്ട്ലെറ്റ്സിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, സ്വതന്ത്രമായിട്ടോ ഇംപാർഷ്യൽ, നിഷ്പക്ഷമായിട്ട്, നിഷ്പക്ഷം കേട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും ചായ്വില്ലാതെ ഇംപാർഷ്യൽ ആയിട്ട്, നിഷ്പക്ഷമായിട്ട്
നിലകൊള്ളാൻ ഒന്നുകിൽ അവനവന്റെ കയ്യിൽ കാശ് വേണം. ഇപ്പൊ എന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എനിക്ക് ആരുടെ വാക്കും കേൾക്കാതെ നിഷ്പക്ഷമായിട്ട് എന്റെ തീരുമാനമായിട്ട് മുൻപോട്ട് പോവാം. അപ്പൊ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഏത്? നെഗറ്റീവ് ആയിട്ടുള്ളത്, കൺസേൺസ് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തേത് മീഡിയ ഓണർഷിപ്പ് ആണ്. കാരണം മീഡിയ ഓണർഷിപ്പ് വരുമ്പോൾ ഓണേഴ്സിന്റെ താല്പര്യങ്ങളായിരിക്കും മീഡിയയിലൂടെ വരിക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊമേഴ്സ്യലൈസേഷൻ ആണ്. അതായത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ കാശ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം വരും. കാശ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ധാർമ്മികത മറന്ന് കാശ് ഉണ്ടാക്കാൻ വേണ്ടി എന്തും വാർത്തയാക്കും. മൂന്നാമത്തേത് അഡ്വർടൈസേഴ്സ് കണ്ടന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം പണമില്ലാത്ത ആളുകളെ ചാനലാകുമ്പോൾ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇമ്പാർഷ്യൽ ആയിട്ട് നിൽക്കാൻ പറ്റിക്കോളണമെന്നില്ല. ഇനി 4ാമത്തെ ചോദ്യം. ഇത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. 4ാമത്തേത് ഹൗ ഹാസ് മീഡിയ ഗ്ലോബലൈസേഷൻ അഫക്റ്റഡ് ദ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി? ഇന്ത്യൻ സിനിമാ രംഗം, ഇന്ത്യൻ സിനിമാ മേഖലയെ മീഡിയ ഗ്ലോബലൈസേഷൻ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. മീഡിയ ഗ്ലോബലൈസേഷൻ ഹാസ് a significant impact on the Indian film industry. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ മീഡിയ ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. The industry has become more global in nature. അതായത് മീഡിയ ഗ്ലോബലൈസേഷന് ശേഷം അല്ലെങ്കിൽ മീഡിയ ഗ്ലോബലൈസേഷനോട് കൂടി ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി കൂടുതൽ ഗ്ലോബൽ ആയിട്ട് മാറി. അതായത് ആദ്യം എന്തായാലും ഇന്ത്യൻ സിനിമയായിരുന്നു. ഇപ്പൊ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ലോക സിനിമയുടെ നിലവാരം വന്നു. അതാണ് ഗ്ലോബൽ ആയിട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയോ? എങ്ങനെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ലോക മുഖച്ഛായ ലഭിക്കുന്നത്? അതായത് ഇന്ത്യൻ സിനിമയിൽ വിത്ത് കൊളാബറേഷൻസ് ആൻഡ് കോ പ്രൊഡക്ഷൻസ് വിത്ത് ഇന്റർനാഷണൽ സ്റ്റുഡിയോസ് ആൻഡ് ഫിലിം മേക്കേഴ്സ്. അതായത് ഇന്ത്യൻ സിനിമകള് ഇന്റർനാഷണൽ സ്റ്റുഡിയോകളുമായിട്ടും ഇന്റർനാഷണൽ ഫിലിം മേക്കേഴ്സുമായിട്ട് കൊളാബറേഷൻ, അവരുമായിട്ട് യോജിച്ചിട്ട് അവരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഇന്ത്യൻ സിനിമയിൽ വരുന്നു, അതുപോലെ തന്നെ പ്രവർത്തകർ വരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ഗ്ലോബൽ നേച്ചർ കിട്ടിയത്. കാര്യം മനസ്സിലായല്ലോ അല്ലേ? ദിസ് ഹാസ് ലെഡ്, ഇതുകൊണ്ട് ഗുണമുണ്ട്. എന്താണ് ഗുണം? ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഗ്ലോബൽ മാർക്കറ്റിൽ ഓടും. ഇന്ത്യൻ സിനിമ മറ്റു രാജ്യങ്ങളിൽ ഓടുന്നു, ഗ്ലോബൽ മാർക്കറ്റിൽ പണം വാരുന്നു. അതാണ് ഇതിന്റെ ഒരു ഗുണം. ദിസ് ഹാസ് ലെഡ്, ഇതുകൊണ്ട് എന്ത് നടന്നു? ടു ദി ഡെവലപ്മെന്റ് ഓഫ് എ ഗ്ലോബൽ മാർക്കറ്റ് ഫോർ ഇന്ത്യൻ ഫിലിംസ്. ഇതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ സിനിമകൾക്ക് ഒരു ഗ്ലോബൽ മാർക്കറ്റ് കിട്ടി. കാരണം ഇന്ത്യൻ സിനിമകൾ പല വിദേശ രാജ്യങ്ങളിലും ഓടുന്നു. എന്തുകൊണ്ടാണ് ഓടുന്നത്? ഇന്ത്യൻ സിനിമക്ക് ഗ്ലോബൽ നേച്ചർ ഉണ്ടായതുകൊണ്ട്. എങ്ങനെ ഗ്ലോബൽ നേച്ചർ കിട്ടിയത്? ഇന്ത്യൻ സിനിമകള് ഇന്റർനാഷണൽ സ്റ്റുഡിയോകളിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫിലിം വർക്കേഴ്സ്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഇന്ത്യൻ സിനിമകളുടെ ഭാഗമായതുകൊണ്ട് ഇന്ത്യൻ സിനിമകൾക്ക് എന്ത് കിട്ടി? ഗ്ലോബൽ മാർക്കറ്റ് ഫോർ ഇന്ത്യൻ ഫിലിംസ് ലൈക്ക് ബാഹുബലി ആൻഡ് ദംഗൽ. ബാഹുബലി, ദംഗൽ പോലുള്ള സിനിമകൾ അല്ലെ, ആ സിനിമകളൊക്കെ വിദേശത്ത് നിന്നും ഒരുപാട് കോടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? നേടിയിട്ടുണ്ട്. എങ്ങനെ കഴിഞ്ഞത്? ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടായത് കൊണ്ടാണ് കഴിഞ്ഞത്. എന്നാൽ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇത്തരം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ however മീഡിയ ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ ഹാസ് ആൾസോ ബ്രോട്ട് അബൌട്ട് ചലഞ്ചസ്. അതായത് ഇന്ത്യയിലും മീഡിയ ഗ്ലോബലൈസേഷൻ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ അതാണ് പറയുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഹൗ ഹാസ് മീഡിയ ഗ്ലോബലൈസേഷൻ അഫക്റ്റഡ് ഇന്ത്യ? എങ്ങനെയാണ് ഇന്ത്യയെ ബാധിച്ചു എന്നുള്ള. അപ്പൊ ഇത് ഞാൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നല്ല കാര്യം പറഞ്ഞത്. അതായത് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് കിട്ടി. ഇനി
മീഡിയ ഗ്ലോബലൈസേഷൻ ഇന്ത്യയെ ഏത് തരത്തിലാണ് അഫക്റ്റ് ചെയ്തത്, ബാധിച്ചത് എങ്ങനെയെന്നുള്ളതാണ്. ഇന്ത്യ ഹാസ് ആൾസോ ബീൻ അഫക്റ്റഡ് ബൈ മീഡിയ ഗ്ലോബലൈസേഷൻ ഇൻ മെനി വേസ്. പല തരത്തില് മീഡിയ ഗ്ലോബലൈസേഷൻ ഇന്ത്യയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. Globalization in India has brought a significant change in the media industry in India with the rise of digital media, social media and satellite television. അവ സാറ്റലൈറ്റ് ടെലിവിഷന്റെയും സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ മീഡിയയുടെയും വരവോടുകൂടി ഇന്ത്യയിൽ മീഡിയ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഉണ്ടോ? ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ, ഗ്ലോബലൈസേഷൻ ഇൻ മീഡിയ ഹാസ് ബ്രോട്ട് അബൌട്ട് സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ ദ മീഡിയ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ ഗ്ലോബലൈസേഷനോട് കൂടി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് ദ റൈസ് ഓഫ് ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ആൻഡ് സാറ്റലൈറ്റ് ടെലിവിഷൻ, ഈ മൂന്ന് കാര്യങ്ങളുടെയും സാറ്റലൈറ്റ് ടെലിവിഷന്റെയും ഡിജിറ്റൽ മീഡിയയുടെയും സോഷ്യൽ മീഡിയയുടെയും വരവോട് കൂടി ഇന്ത്യയിലെ മീഡിയ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ, മാധ്യമ രംഗത്ത് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. വൺ ഓഫ് ദി മെയിൻ ഇമ്പാക്ട്സ് ഓഫ് മീഡിയ ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ ഈസ്, മീഡിയ ഗ്ലോബലൈസേഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്സിൽ ഒന്ന്, അടിവരയിട്ടോളൂ ഒന്ന്. എന്താണ് ഒന്ന്? The increased accessibility and availability of international news and entertainment. അതാണ് ഒന്നാമത്തെ. അതായത് ഇന്റർനാഷണൽ ന്യൂസും എന്റർടൈൻമെന്റ്സും ഇന്ത്യയിൽ ലഭിച്ചു തുടങ്ങി. ഒന്ന് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ദ ഇൻക്രീസ്ഡ് ആക്സസിബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി. ആക്സസിബിൾ എന്ന് പറഞ്ഞാൽ ലഭിക്കുക, അവൈലബിൾ എന്ന് പറഞ്ഞാൽ ലഭ്യമാവുക, ഇന്റർനാഷണൽ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് ഒന്ന്. ഇനി സാറ്റലൈറ്റ് ടെലിവിഷൻ ആൻഡ് ഡിജിറ്റൽ മീഡിയ ഹാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ ഇന്ത്യൻ ഓഡിയൻസസ് ടു ആക്സസ് ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് കണ്ടന്റ് ഫ്രം അറൌണ്ട് ദ വേൾഡ്. അതായത് അടുത്തത് സാറ്റലൈറ്റ് ടെലിവിഷനും ഡിജിറ്റൽ മീഡിയയും ഇന്ത്യൻ ഓഡിയൻസിന് അറൌണ്ട് ദ വേൾഡ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള എന്റർടൈൻമെന്റ് കണ്ടന്റുകളും ന്യൂസും ലഭ്യമാക്കി കൊടുത്തു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ദ റൈസ് ഓഫ് സ്ട്രീമിംഗ് സർവീസസ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ് ആൻഡ് ആമസോൺ പ്രൈം. അല്ലേ? അതായത് നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാശ് മുടക്കണം, അല്ലേ? നമുക്ക് പ്രോഗ്രാമും സിനിമയൊക്കെ ആണെങ്കിൽ. അപ്പൊ ഇത്തരത്തിലുള്ള സേവനങ്ങൾ, ഇത് സേവനങ്ങളാണ്. ഈ സേവനങ്ങള് ഹാസ് ഓൾസോ ലെഡ് ടു ദി പോപ്പുലാരിറ്റി ഓഫ് ഇന്റർനാഷണൽ ഷോസ് ആൻഡ് മൂവീസ് ഇൻ ഇന്ത്യ. അപ്പൊ ഇത്തരത്തിലുള്ള സർവീസുകൾ, ഏതുപോലുള്ള സർവീസുകള്? നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈം പോലുള്ള സർവീസുകള് ഇന്ത്യയില് ഇന്റർനാഷണൽ ഷോസിന്റെയും ഇന്റർനാഷണൽ മൂവീസിന്റെയും പ്രാധാന്യം, പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഈ രീതിയിലൊക്കെയാണ് മീഡിയ ഗ്ലോബലൈസേഷൻ ഇന്ത്യയെ അഫക്റ്റ് ചെയ്തത്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഗ്ലോബലൈസേഷൻ ആൻഡ് മീഡിയ അല്ലെങ്കിൽ മീഡിയ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാണ്? അത്യാവശ്യം പഠിക്കാനുണ്ട്, പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ഒന്ന് കേട്ടാൽ മനസ്സിലാവും, സ്വന്തമായിട്ട് എഴുതാൻ പറ്റിയ സംഭവങ്ങളാണ്. അപ്പൊ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം? കൃത്യമായി കേട്ട് മനസ്സിലാക്കുക. അപ്പൊ എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.